യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധേയരാണ് ഷെഫിയും ഷമിയും. ടി ഫാമിലിയിലൂടെ പങ്കെടുക്കുന്ന വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. പ്രണയ വിവാഹത്തെക്കുറിച്ചും വിവാഹശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുമെല്ലാം ഇവർ വിചാരമുണ്ട്. പ്രായ വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞുള്ള വിമർശനങ്ങളും ഇവർക്ക് നേരിടേണ്ടി വരുന്നു. നെഗറ്റീവ് കമന്റുകളൊന്നും ഞങ്ങളെ ബാധിക്കില്ലെന്ന് ഇരുവരും വ്യക്തമാക്കിയിരുന്നു. പ്രതീക്ഷയോടെ കാത്തിരുന്ന കുഞ്ഞതിഥിയെ നഷ്ടമായതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആരാധകരെല്ലാം വളരെ ആശ്വസിച്ചു വരുന്നു. ബ്ലോഗുകളുടെയായി വിവരങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യണമെന്നും ആരാധകർ ആവശ്യപ്പെട്ടിരുന്നു. റീൽസുകളൊക്കെ വരുന്നുണ്ടായിരുന്നുവെങ്കിലും മുഴുന്നുള്ള വീഡിയോ വരാത്തതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അങ്ങനെ ആവാനുള്ള കാരണം വിശദീകരിച്ചായിരുന്നു പുതിയ വീഡിയോ. കുറച്ചായി ഞങ്ങൾ ലോങ് വീഡിയോ ചെയ്തിട്ട് എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന് ഒത്തിരി പേർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വീഡിയോ നിർത്തിയതല്ല, ഓരോ തിരക്കിലാണ് ഇപ്പോൾ. ഇടയ്ക്കൊരു വീഡിയോയിൽ ഇനി വ്ളോഗ് വൈകുമെന്ന് ഇടയ്ക്ക് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഉറക്കം വരാതെ കിടന്ന സമയമായിരുന്നു. ഷെമിയോട് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഉറക്കപ്പിച്ചിലുള്ള ഷെമിയെ കുത്തിപ്പൊക്കിയായിരുന്നു ലൈവ്. ഷെഫിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സുഖക്കേട് കൂടിയിട്ടേ ഉള്ളൂ, കളിയാക്കുന്ന അസുഖം കൂടിയിട്ടേ ഉള്ളൂ. എന്താണ് പുതിയ വീഡിയോ വരാത്തതെന്ന് കുറേ പേർ ചോദിച്ചിരുന്നു. ലോങ് വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരാണ് ചോദിച്ചത്. അങ്ങനെ കുറേ ചോദ്യങ്ങൾ വരുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾ ഡൈവോഴ്സായി എന്ന് പറഞ്ഞ് കുറേ ഫേക്ക് വാർത്തകളും പോകുന്നുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, അതിനായി ശ്രമിക്കുന്നുണ്ട്. മെയിനായിട്ടും കുറച്ച് തിരക്കിലായി പോയി, അല്ലാതെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതിലോ നിർത്തിയിട്ടില്ല. എന്തോ ഷെമിയ അവിടെ വർത്തമാനം ഒന്നും അറിയുന്നില്ലല്ലോ എന്ന് എൻ്റെ ഫ്രണ്ട്സ് വരെ ചോദിക്കുന്നുണ്ട്. ഷെമി വാ വീഡിയോ എടുക്കുക എന്ന് ആദ്യമൊക്കെ ഞാനായിരുന്നു പറഞ്ഞിരുന്നത്, ഇപ്പോൾ അത് മാറിയെന്ന് ഷെഫി പറയുന്നു. ഒരു മാറ്റം ആരാണ് ആഗ്രഹിക്കാത്തത്? വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഓരോ തിരക്കിനായതിനാൽ എനിക്ക് പറ്റാറില്ല. ഷെമിയും ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്. വീഡിയോ ഇടാൻ എന്തായാലും ശ്രമിക്കും. എനിക്കൊരു മെച്യൂരിറ്റി ഒക്കെ വന്നതുപോലെ ഉണ്ടെന്നാണ് എന്നെ കാണുന്നവർ പറയുന്നത്. എനിക്കങ്ങനെ തോന്നുന്നില്ല, ഒരു മാറ്റവും എനിക്ക് തോന്നുന്നില്ലായിരുന്നു ഷെഫിയോട് ഷെമി പറഞ്ഞത്. അന്നുള്ള അതേ മെച്യൂരിറ്റി തന്നെയാണ് ഇപ്പോഴും. അന്ന് കുറച്ച് കൂടുതലായിരുന്നു. നീ അടിപൊളിയാണെന്ന് പറഞ്ഞ് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് തരാം. ഞങ്ങളുടെ വാട്സപ്പ് മെസ്സേജൊക്കെ കോമഡിയാണ്. വീട്ടിൽ എന്തെങ്കിലും കാര്യം ഷെമി പറയുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യും. നാളെ ഇത് മാറ്റി പറയരുതെന്ന് പറയും. ഇടയ്ക്ക് വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യാറുണ്ട്. അതിനെ ആളാണ്. ചെറിയ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴും ബ്ലോക്ക് ചെയ്ത് പോവും. എന്നാൽ ആ വഴിക്ക് പോകുക അതുമില്ല. പിന്നെ ഞങ്ങൾ രണ്ടും ഉള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിലേക്ക് മെസ്സേജ് ഇടും. നിങ്ങൾ വിചാരിച്ച ആളല്ലേ ഇത്? കുരുട്ടിൻ്റെ ഉസ്താദാണ്. ഞാനിപ്പോൾ കുറച്ച് മെലിഞ്ഞിട്ടുണ്ട്. തിരക്കൊക്കെ കൂടിയിട്ട് കൊണ്ട് ഒന്നിനും നേരം കിട്ടുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.